ഇന്ന് നവംബർ 7 ദേശീയ ക്യാൻസർ അവബോധ ദിനം. ക്യാൻസർ പ്രതിരോധം, നേരത്തെയുള്ള കണ്ടെത്തൽ, ചികിത്സ എന്നിവയെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും നവംബർ 7 ദേശീയ ക്യാൻസർ അവബോധ ദിനം ആചരിക്കുന്നു. ക്യാൻസർ സാധ്യതകളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക, ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുക, രോഗികൾക്കും അതിജീവിച്ചവർക്കും അവരുടെ കുടുംബങ്ങൾക്കും പിന്തുണ നൽകുക എന്നിവയാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. റഷ്യൻ വിപ്ലവം. 1917 ബോൾഷെവിക് പാർട്ടി റഷ്യയുടെ അധികാരം പിടിച്ചെടുത്ത സംഭവമാണ്. വ്ളാഡിമിർ ലെനിന്റെ നേതൃത്വത്തിലുള്ള ഈ വിപ്ലവം അക്കാലത്ത് റഷ്യ ഭരിച്ചിരുന്ന താൽക്കാലിക ഗവൺമെന്റിനെ പുറത്താക്കുകയും റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം സ്ഥാപിക്കുകയും ചെയ്തു. ഇത് സോവിയറ്റ് യൂണിയന്റെ രൂപീകരണത്തിലേക്ക് നയിച്ചു. ലോകത്തിലെ ഏറ്റവും പഴയ ജേണൽ ആയ ലണ്ടൻ ഗസറ്റ് പ്രസിദ്ധീകരണം ആരംഭിച്ചു. 1665 ഇന്നും പ്രസിദ്ധീകരണമുള്ള ലണ്ടൻ ഗസറ്റ് ദ ഓക്സ്ഫോർഡ് ജേർണൽ എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഇന്ത്യൻ ഭൗതിക ശാസ്ത്രജ്ഞൻ സർ CV രാമന്റെ ജന്മദിനം. 20ാം നൂറ്റാണ്ടിലെ ലോകപ്രശസ്തരായ ഭാരതീയ ശാസ്ത്രജ്ഞരിൽ പ്രമുഖനാണ് ചന്ദ്രശേഖര വെങ്കിട്ട രാമൻ അഥവാ CV രാമൻ. രാമൻ പ്രഭാവം എന്ന കണ്ടെത്തലിന് 1930 ഭൗതികശാസ്ത്രത്തിലെ നോബൽ സമ്മാനത്തിന് അർഹനായി. ഫിസിക്സിൽ ആദ്യമായി നോബൽ സമ്മാനം നേടിയ ഏഷ്യക്കാരനുമാണ്. കടലിന് നീലനിറം എങ്ങനെ ലഭിക്കുന്നു എന്ന ചോദ്യമാണ് ഈ പ്രതിഭാസത്തിന്റെ വിശദീകരണം കണ്ടെത്താൻ രാമനെ പ്രേരിപ്പിച്ചത്. ഒരു സുതാര്യ മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രകീർണനം സംഭവിക്കുന്ന ഏകവർണ്ണ പ്രകാശത്തിൽ ചെറിയൊരു ഭാഗത്തിന് തരംഗദൈർഘ്യത്തിൽ വ്യത്യാസമുണ്ടാകുന്ന പ്രതിഭാസം ആണ് രാമൻ പ്രഭാവം. ഇന്ന് മേരി ക്യൂറിയുടെ ജന്മദിനം. അർബുദം പോലെയുള്ള രോഗങ്ങൾക്കുള്ള ചികിത്സയിൽ നിർണായകമായ റേഡിയോ ആക്റ്റീവ് മൂലകമായ റേഡിയം കണ്ടുപിടിച്ച പോളിഷ് ശാസ്ത്രജ്ഞയാണ് മേരി ക്യൂറി എന്ന മാഡം ക്യൂറി. നോബൽ സമ്മാനം ലഭിക്കുന്ന ആദ്യ വനിതയായിരുന്നു ക്യൂറി. ഇതുകൂടാതെ മാഡം ക്യൂറി 2 വ്യത്യസ്ത ശാസ്ത്രശാഖകളിൽ നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ള ഒരേയൊരാളുമാണ്. ഭാരതം കണ്ട പ്രഗത്ഭനായ വാഗ്മി, പ്രമുഖ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരസേനാനി എന്നീ നിലകളിൽ പ്രശസ്തനായ ബിപിൻ ചന്ദ്രപാലിന്റെ ജന്മദിനം. നടൻ കമൽ ഹസന്റെ ജന്മദിനം. 4 തവണ ദേശീയ അവാർഡ് നേടിയ അദ്ദേഹം സജീവ രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയാണ്. സംവിധായകനും നടനുമായ ശ്യാമപ്രസാദിന്റെ ജന്മദിനം. 5 തവണ സംസ്ഥാന പുരസ്കാരം നേടിയ അദ്ദേഹം 2 തവണ ദേശീയ അവാർഡിന്റെ ജൂറി അംഗമായിട്ടുണ്ട്. ഗായകൻ കാർത്തിക്കിന്റെ ജന്മദിനം. 15ലധികം ഭാഷകളിൽ പാടിയിട്ടുള്ള അദ്ദേഹം മികച്ച സംഗീത സംവിധായകൻ കൂടിയാണ്. തെന്നിന്ത്യൻ നായിക അനുഷ്ക ഷെട്ടിയുടെ ജന്മദിനം. 2 ആന്ധ്രാപ്രദേശ് സംസ്ഥാന അവാർഡ് നേടിയ അവർ തമിഴ്നാട് സർക്കാരിന്റെ കലൈമാമണി പുരസ്കാരവും നേടിയിട്ടുണ്ട്.